ഇന്ന് നമുക്ക് സർവ്വമായ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ കാണാൻ പോവാം കേട്ടോ. ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന ലൊക്കേഷൻ അല്ല, ഈ ഫോട്ടോയിൽ കാണുന്ന ലൊക്കേഷൻ തിരുവില്ലാമലയാണ്, എൻ്റെ നാട്. അത് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് മോന് ഡയപ്പർ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. 1375 രൂപ ഡയപ്പറിന് 400 എത്ര രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ആ ഓഫർ വരുന്നുണ്ട്. ബേബി ഹഗ്ഗിൻ്റെ ഡയപ്പറാണ്. ആർക്കെങ്കിലും ഇതുപോലെ കുട്ടികളുള്ള ആൾക്കാർക്ക് ഉപകാരമായാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സർവ്വമായയുടെ ലൊക്കേഷൻ ഇതാണോ? സർവ്വമായയുടെ ലൊക്കേഷൻ ഇങ്ങനെ ഒരു ലൊക്കേഷൻ സർവ്വമായയിൽ കണ്ടില്ലല്ലോ വിചാരിച്ചാൽ. ഇത് സർവ്വമായയുടെ ലൊക്കേഷൻ അല്ല, ഇത് ചോറൂട്ടർക്കാവ്. ചോറൂട്ടർക്കാവിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു അമ്പലം കേട്ടോ. അപ്പോൾ മോനെ ഇവിടെയും കൂടെ ഒന്ന് പോണ വഴിക്ക് തൊഴിയിക്കാം എന്ന് വിചാരിച്ച് വന്നതാണ്. നമ്മൾ പോകുന്ന ലൊക്കേഷൻ ഒരു അമ്പലമാണ്. ഈ ചോറൂട്ടർക്കാവിന് മുമ്പിലായിട്ട് 2 ആനേനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിമെൻറ്റൊക്കെ കൊണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയാട്ടോ, നല്ല നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അവിടുന്ന് ഫോട്ടോ എടുക്കാൻ എന്തൊക്കെ നല്ല രസമാണ്. ഒരു പ്രത്യേക ആംബിയൻസ് ഉള്ളൊരു അമ്പലമായിട്ടാണ് എനിക്ക് ചോറൂട്ടർക്കാവ് തോന്നിയിട്ടുള്ളത്. അത് സർവ്വമായ മാത്രമല്ല കേട്ടോ, കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ നമ്മൾ കാണാൻ പോകുന്ന ലൊക്കേഷനിൽ ഇവിടെയാണ് സർവ്വമായയില യക്ഷി നിന്ന് ചിരിക്കുന്നത്. ഇത് മുളഞ്ഞൂർ, എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ വീടാണ് മുളഞ്ഞൂർ ഭഗവതിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണത്രേ. അപ്പോൾ അവിടെ ഉത്സവം കൊടിയേറിയുണ്ട്. അപ്പോൾ കണ്ണനെ ഒന്ന് തൊഴിക്കാലോ എന്ന് വിചാരിച്ച് പോയതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് മന്നത്തുകാവിലാണ് മുളഞ്ഞൂർ ഉത്സവത്തിൻ്റെ ബാക്കി പരിപാടികളൊക്കെ. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അവിടെ പോകുന്ന സമയത്ത് ഫോണൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ആ ഭാഗം ഷൂട്ട് ചെയ്തില്ല. ഒരു കാടിൻ്റെ നടുക്കാണ് ഈ അമ്പലം. അപ്പോൾ ഈ മന്നത്തുകാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ കണ്ടത് ഒരു മരം, അതിനെ ചുറ്റി കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. മന്നത്തുകാവിലാണ് അത്രയും മുളഞ്ഞൂർ ഉത്സവത്തിൻ്റെ ആദ്യത്തെ കുറച്ച് ദിവസത്തെ കാര്യങ്ങളുണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് ഭഗവതീനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മുളഞ്ഞൂർ അമ്പലത്തേക്ക് കൊണ്ടുവരിക. ഇതാണ് മന്നത്തുകാവ്. കാണാൻ നല്ല രസമുണ്ടല്ലേ?